വ്യത്യസ്തമായ ഒരു ബിസിനസ് മേഖലയാണ് ക്യൂബോക്സ് നിർമ്മാണം. യങ് എൻ്റർപ്രണർ നിഷാം ഇസ്മയിലാണ് ഇതിൻ്റെ സാരഥി. എന്താണ് ക്യൂബോക്സ്? 2022 ഫുട്ബോൾ മത്സരങ്ങൾക്കായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി തയ്യാറെടുക്കുകയാണ് ഖത്തർ. പ്രധാനമായും സ്റ്റേഡിയംസ്, റോഡ്സ്, മെട്രോ, എയർപോർട്ട് എന്നിങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുവാനും വിപുലീകരിക്കുവാനുമുള്ള തിരക്കിലാണ്. ഏതുതരം പ്രോജക്റ്റുകളായാലും അതിൽ പ്രൊഫഷണലുകളുടെയും സ്കിൽഡ് ലേബേഴ്സിൻ്റെയും ഒക്കെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം ആവശ്യമാണ്. ഖത്തറിലെ തൊഴിലാളി നിയമപ്രകാരം താമസ സൗകര്യവും ജോലി ചെയ്യാനാവശ്യമായ ഓഫീസ് സൗകര്യവും ഒരുക്കുക എന്നത് ഏതൊരു കമ്പനിയുടെയും ഉത്തരവാദിത്വമാണ്. ഇത്തരം സൗകര്യങ്ങൾ താൽക്കാലികമായാണ് വർക്ക് സൈറ്റിൽ നിർമ്മിക്കുന്നത്. ഇത്തരം താൽക്കാലികമായി നിർമ്മിക്കപ്പെടുന്ന പോർട്ടോ ക്യാബിൻസ് അല്ലെങ്കിൽ കണ്ടെയ്നർ ക്യാബിൻസ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ക്യൂബോക്സ് ട്രേഡിംഗ്. ഷിപ്പിംഗ് മേഖലയിൽ ഉപയോഗിക്കുന്ന കണ്ടെയ്നറുകൾ വാങ്ങുകയും അവ ഓഫീസും താമസ സൗകര്യവുമൊക്കെയാക്കി മാറ്റുകയുമാണ് ക്യൂബോക്സ് കമ്പനിയുടെ പ്രവർത്തനം. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇത്തരം പ്രവർത്തനങ്ങളിൽ പരിചയസമ്പത്തുണ്ടായിരുന്ന ശ്രീ നിഷാം ഇസ്മായിലാണ് ക്യൂബോക്സ് ട്രേഡിങ്ങിന് 2017 തുടക്കമിട്ടത്. ഞാൻ 2005 ഖത്തറിൽ വരുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വി ആർ ഇൻ ടു ഷിപ്പിംഗ്. ഞാനൊരു ഷിപ്പിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ്. സോ ഓൾമോസ്റ്റ് 10 years ഐ വാസ് വർക്കിംഗ്. 10 വർഷത്തോളം ഷിപ്പിങ്ങിൽ വർക്ക് ചെയ്തു. സോ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് ഈ കണ്ടെയ്നർ എന്ന് പറയുന്നത്. കണ്ടെയ്നേഴ്സാണ് നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആളുകൾ കണ്ടെയ്നർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഡിമാൻഡ് അനുസരിച്ചിട്ട് ഞങ്ങൾ കണ്ടെയ്നർ റെൻറ്റൽസും അതുപോലെ മോഡിഫിക്കേഷൻസും സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇവിടെ മോസ്റ്റ് ഓഫ് ദ പ്രോജക്ട്സ് ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ ദേ ഓപ്റ്റ് ഫോർ എ പോർട്ടബിൾ കൈൻഡ് ഓഫ് ഓഫീസ് ഓർ അക്കോമഡേഷൻ. സോ ആ ഒരു ഡിമാൻഡ് കണ്ടപ്പോഴാണ് നമ്മൾ ഫാബ്രിക്കേഷനിലോട്ട് തിരിഞ്ഞത്. ഓഫീസുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്റ്റാഫ് അക്കോമഡേഷൻ. ദർ ഇസ് എ റിമോട്ട് പ്രോജക്റ്റ്. സോ അവർക്ക് എന്നും ടൗണിൽ വന്ന് തിരിച്ച് അത്രയും സ്ഥലത്തോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം സ്റ്റാഫിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെയ്നേഴ്സ് വെച്ചിട്ട് അക്കോമഡേഷൻ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് വി വർ ഡൂയിങ് സിൻസ് ലാസ്റ്റ് 8 years. ക്യൂബോക്സ് ട്രേഡിംഗ് ഇന്ന് വ്യത്യസ്തമായ ഒരു മേഖലയിൽ കൂടി ചുവടുവച്ചു. യൂറോപ്പിലും USA-യിലുമൊക്കെ കണ്ടുവരുന്ന കണ്ടെയ്നർ റെസ്റ്റോറൻറ്റ്സിന്റെ ആശയം ഖത്തറിന്റെ മണ്ണിലേക്കും കൊണ്ടുവരിക എന്നതായിരുന്നു അത്. ഖത്തറീസ് അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽ പീപ്പിൾ വെൻ ദേ ട്രാവൽ ടു യൂറോപ്പ്, US അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇത് ഒത്തിരി പോപ്പുലറാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് അവർക്ക് ഇവിടെയും അങ്ങനെ ഒരു സംഭവം ചെയ്യണം എന്നുള്ളൊരു ആശയമായിട്ട് അവർ വന്നപ്പോൾ ഗവൺമെൻറ് ഈസ് ഓൾസോ ഗിവിംഗ് ലോട്ട് ഓഫ് സപ്പോർട്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലത്തെ ഹബ്സ് ഉണ്ട്, ലൈക്ക് കണ്ടെയ്നർ ഹബ്സ്. So customer approaches with sometimes they will come plainly, they will come and say we need to open a container restaurant, so what you can do. നിലവിൽ കണ്ടെയ്നർ ട്രേഡിംഗ് ആൻഡ് മോഡിഫിക്കേഷൻസ് മേഖലയിലുള്ള പരിചയസമ്പന്നത കമ്പനിക്ക് കണ്ടെയ്നർ റെസ്റ്റോറൻറ്റ് എന്ന ആശയം നടപ്പിലാക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞു. നമുക്ക് ഒരു ഷിപ്പിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായതിൻ്റെ പേരിൽ തന്നെ ഈ കണ്ടെയ്നേഴ്സിൻ്റെ അവൈലബിലിറ്റി നമുക്കൊരു പ്രോബ്ലം ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ കസ്റ്റമർ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു സ്റ്റഡി ഫ്ലോ ഓഫ് ഇൻവെൻട്രി നമ്മളെടുത്തുണ്ട്. വി ഹാവ് ഗോട്ട് എ ഹ്യൂജ് സ്റ്റോക്ക്. എല്ലാ കണ്ടെയ്നേഴ്സിൻ്റെ ഹ്യൂജ് സ്റ്റോക്ക് നമ്മളെടുത്തുണ്ട്. ദ ചാലഞ്ച് വാസ് ടു ഗെറ്റ് ദ കോൺഫിഡൻസ് ഓഫ് കസ്റ്റമർ ടു ബിൽഡ് എ റെസ്റ്റോറൻറ്റ് ഓർ സംതിങ്. So since we had already a background of fabrication, it was easy to convince them. Karanam the technology is the same. We provide them a basic design. We will consult them first. We will have some sessions with them and we will try to understand what is their actual requirement. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളുടെ ഡിസൈനിങ് ടീം ഉണ്ട്. സോ ദേ വിൽ മേക്ക് എ ഡിസൈൻ ഫോർ ദം ആൻഡ് ഇഫ് ദേ ലൈക്ക് ദ ഡിസൈൻ വി വിൽ ഗിവ് ദം എ കോസ്റ്റിംഗ് ആൻഡ് ഇഫ് ദേ ആർ ഓക്കെ വിത്ത് ദ കോസ്റ്റ് വി വിൽ സ്റ്റാർട്ട് ദ ഇംപ്ലിമെൻറ്റേഷൻ. അതർ പീപ്പിൾ ലൈക്ക് ദേ വിൽ ഹാവ് ദെയർ ഓൺ ഡിസൈൻ. അപ്പോൾ ചില ഫ്രാഞ്ചൈസിക്ക് അവർക്ക് അവരുടേതായ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാവും. സോ ദേ വിൽ കം അപ്പ് വിത്ത് ദെയർ ഡിസൈൻ. അപ്പോൾ നമ്മുടെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ഇംപ്ലിമെൻറ്റ് ഇറ്റ്. വി പ്രൊവൈഡ് ദം ദ കണ്ടെയ്നർ ആൻഡ് വി പ്രൊവൈഡ് ദം ദ ഫാബ്രിക്കേഷൻ വർക്ക്. ഇന്ന് ക്യൂബോക്സ് ട്രേഡിംഗ് നിരവധി കണ്ടെയ്നർ റെസ്റ്റോറൻറ്റ്സ് പ്രോജക്റ്റുകൾ വിജയകരമായി ചെയ്തു കഴിഞ്ഞു. നമുക്ക് ഇപ്പോൾ we have our running restaurants in Lusail, in Pearl, Qatar, Qatar Sports Club, Doha Sports Club. So in Qatar there is a hub for all these container eateries. So we have got a good share of market
Alhamdulillah, we are looking forward to have more customers in coming day. Gulf Brothers Hair Fixing. Wipe your baldness forever. കണ്ടെയ്നറുകളെ റെസ്റ്റോറൻറ്റ്സ് ഡിസൈനിന് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ചൂട് കാലാവസ്ഥയെ പ്രതിരോധിക്കുവാനുള്ള തെർമൽ ഇൻസുലേഷൻസ് നൽകി ഉൾഭാഗം മോടി പിടിപ്പിക്കുന്നു. ഖത്തർ എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ടെമ്പറേച്ചർ ആണ്. ഇറ്റ് ഗോസ് അപ് ടു 50 ഡിഗ്രീസ് ഇൻ സമ്മർ. സോ ഈ ഒരു കണ്ടെയ്നറിന് അകത്ത് പ്ലസ് ദ container is made of steel, so outside temperature plus steel കൂടെ ആകുമ്പോൾ it's like an oven, so people will അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. So what we first do is we do a thermal insulation which protect the heat, outside heat to come inside, and the same if you put air condition, that ആ ഒരു തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് so we do a thermal insulation first. തുടർന്ന് കിച്ചൺ, വർക്ക് ഏരിയ എന്നിവയും ശേഷം എയർ കണ്ടീഷനിങ്ങും ചെയ്യുന്നു. ഇത്തരം കണ്ടെയ്നർ റെസ്റ്റോറൻറ്റുകൾ പൂർത്തിയാകുമ്പോൾ 30,000 മുതൽ 80,000 ഖത്തർ റിയാൽ വരെയാകും. നമ്മളുടെ പ്രൈം ഇൻറ്റൻഷൻ ഇസ് ടു ഗീവ് ദ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ടു ദ കസ്റ്റമേഴ്സ് അറ്റ് എ വെരി കോസ്റ്റ് എഫക്റ്റീവ് വേ. അപ്പോൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ചെറിയൊരു മുതൽ മുടക്കിൽ നല്ലൊരു ബിസിനസ് റൺ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ദേ വിൽ നോട്ട് കം വിത്ത് എ ബിഗ് ബഡ്ജറ്റ്. സോ മേ ബി ലെസ് ദാൻ 100,000 റിയാലൊക്കെ ആയിട്ടായിരിക്കും അവർ ഇങ്ങനെ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ വരുന്നത്. സോ വി മേക്ക് ഷുവർ ദാറ്റ് വി ഗീവ് ദം ദ ബെസ്റ്റ് ക്വാളിറ്റി വിത്ത് ദ ലിമിറ്റഡ് ബഡ്ജറ്റ്. സോ അതിന് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ഗോട്ട് എ ക്വാളിറ്റി ടീം. സോ എവറി പ്രൊഡക്ഷൻ്റെ ഈച്ച് സ്റ്റെപ്സിൽ അവർ അവിടെ സൈറ്റിൽ പ്രസൻ്റ് ആയിരിക്കും. whatever requirements needed, any corrective measures, we take care of that. അത് മാത്രമല്ല, the best thing is since we are a local company, QBox has got a service team. So if anything happened during the work, അല്ലെങ്കിൽ എന്തെങ്കിലും റണ്ണിങ് റെസ്റ്റോറൻറ്റ്സിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 24 hours we go and rectify that. So അത്തരത്തിലുള്ള ഒരു ബാക്കപ്പ് സർവീസ് ഓൾസോ വി ആർ പ്രൊവൈഡിങ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് വി ആർ മേക്കിംഗ് ആൻഡ് സെല്ലിംഗ് ഇറ്റ്. വി ടേക്ക് കെയർ ഓഫ് ദെയർ ഫ്യൂച്ചർ റിക്വയർമെന്റ്സ് ഓൾസോ. സാധാരണ റെസ്റ്റോറൻറ്റുകളെ പോലെ തന്നെ ഇവയ്ക്കും ഗവൺമെന്റ് ലൈസൻസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഖത്തർ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് സ്ഥാപിക്കാൻ കഴിയുന്നത്. കൂടുതലും ഖത്തറി പൗരന്മാരാണ് ഉപഭോക്താക്കൾ. എക്സിബിഷൻസ്, ഈവൻറ്റ്സ്, പ്രോഡക്റ്റ് ലോഞ്ച് തുടങ്ങിയ ആവശ്യങ്ങൾക്കും കണ്ടെയ്നർ ക്യാബിൻസ് വാടകയ്ക്ക് നൽകുകയും ചെയ്യും. ഇതുകൂടാതെ ഇന്ന് ക്യൂബോക്സ് ട്രേഡിംഗ് മൊബൈൽ ഫുഡ് ട്രെയിലേഴ്സ് അഥവാ സഞ്ചരിക്കുന്ന ഭക്ഷണശാല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത് വിൽക്കുകയും അതിൻ്റെ സാധ്യത മനസ്സിലാക്കി ഖത്തറിൽ തന്നെ നിർമ്മിച്ച് നൽകുകയും ചെയ്യുന്നു. നമ്മൾ വി ആർ ഇൻടു കണ്ടെയ്നർ സെയിൽസ്, we are into container rentals as well. When we started with pure trading. After that we started rental, and we are giving containers and offices also for rent. So for example, if there is an event happening and they want to have a registration counter, so for that angantha avashangalku, if they need an office for 5 days, 10 days, we supply container offices for them. And if there is some event happening and they need a toilet facility in a park or in a public place where there is no toilet facility, അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ടെമ്പററി ആയിട്ട് അവർക്ക് ടോയ്ലറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ വി ഹാവ് ഗോട്ട് കണ്ടെയ്നേഴ്സ് സ്പെഷ്യലൈസ്ഡ് ഫോർ ടോയ്ലറ്റ് പർപ്പസസ്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ റെൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് തേർഡ് തിങ് ഇസ് we are also into offshore. കാരണം ഓഫ്-ഷോർ പർപ്പസിന് വേണ്ടിയിട്ട് ഒത്തിരി കണ്ടെയ്നേഴ്സ്, സ്പെഷ്യലൈസ്ഡ് കണ്ടെയ്നേഴ്സ് ആവശ്യമുണ്ട്. ഹാഫ് ഹൈറ്റ് കണ്ടെയ്നേഴ്സ് ഉണ്ട്, കണ്ടെയ്നേഴ്സ് വിത്ത് പാഡ് ഐസ്, 10 ഫുഡ് കണ്ടെയ്നേഴ്സ്, 10 ഫുഡ് റീഫേഴ്സ്, അങ്ങനത്തെ സ്പെഷ്യലൈസ്ഡ് ഐറ്റംസും ഓഫ്-ഷോർ പർപ്പസിന് വേണ്ടി ആവശ്യം വരുന്നുണ്ട്. സോ നമ്മളുടെ കയ്യിൽ അത്തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് റിക്വയർമെൻറ്റിനുള്ള കണ്ടെയ്നേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The main advantage is we have got a huge stock always. ഏത് സമയത്ത് കസ്റ്റമർ വന്നു കഴിഞ്ഞാലും we have stock. ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ we have got a factory. So basically we shift the containers to a factory and we do the cutting. ഇതിൻ്റെ മെക്കാനിക്കൽ വർക്കുകൾ almost everything we do in our factory. Sometimes the customers need to have some fragile material, ചിലപ്പോൾ ഗ്ലാസിൻ്റെ വർക്കുകൾ ഇൻവോൾവ് ആയിരിക്കും. സോ അങ്ങനത്തെ കേസുകൾ മാത്രം when we shift the container, we move it to the site and we do the final touch-up. So sometimes especially ഇങ്ങനത്തെ ലൈറ്റ് ഫിറ്റിങ്സും അതിൻ്റെ ഉള്ളിലത്തെ ഇൻറ്റീരിയർ ഒക്കെ ചെയ്യുന്നത് we do it in the site. But around 70% work we do it in our factory.
ഇത്തരം കണ്ടെയ്നർ കഫേകളിൽ നിന്നും ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക എന്നത് പലർക്കും കൗതുകമാണ്. ഇങ്ങനെ ഒരു ട്രെൻഡ് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ മെയിൻ റീസൺ ഇസ് വി ആർ എക്സ്പെക്ടിങ് ദ ഫിഫ വേൾഡ് കപ്പ് ആസ് യു നോ. ലൈക്ക് 2022 ആകുമ്പോഴത്തേനും വി ആർ എക്സ്പെക്ടിങ് മില്യൺസ് ഓഫ് പീപ്പിൾ കമ്മിങ് ഇൻ ടു ദിസ് കൺട്രി. സോ എല്ലാവർക്കും ഒരു ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ കൺസിഡറിങ് ദ ട്രാഫിക് വി ആർ എക്സ്പെക്ടിങ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ക്വാളിറ്റി ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം ഈറ്ററീസ് കൊണ്ട് ഗവൺമെൻറ്റും ഉദ്ദേശിക്കുന്നത്. സോ ഇഫ് യു ലുക്ക് ഇൻ ടു ദ ഫുഡ് ഇൻഡസ്ട്രി, ലൈക്ക് ഓൾ ദ മേജർ ബ്രാൻഡ്സ് യൂറോപ്പിലും US-ലൊക്കെ ഉള്ള ഓൾ ദ മേജർ ബ്രാൻഡ്സ് ആർ ഓപ്പറേറ്റിംഗ് കണ്ടെയ്നർ റെസ്റ്റോറൻറ്റ്സ്. So ഒരു ഫോറിനറെ സംബന്ധിച്ചിടത്തോളം ഇഫ് യു കം ടു ദിസ് കൺട്രി ഹി നീഡ് നോട്ട് സെർച്ച് ഫോർ റെസ്റ്റോറൻറ്റ്സ്. സോ ഐഡിയലി എല്ലാ സ്റ്റേഡിയത്തിൻ്റെ അടുത്തും ദേ ഹാവ് ഗോട്ട് എ ഹബ് ഫോർ കണ്ടെയ്നർ ഫുഡ് സ്റ്റേഷൻസ്. അപ്പോൾ നോട്ട് ഓൺലി ദാറ്റ്, ഖത്തർ ഹാസ് ഗോട്ട് വെരി ഫാർ സീൻ പ്ലാൻസ് they have got vision 2030. So the future is bright and we expect more events are going to happen in Qatar. ഓരോ കാലഘട്ടത്തിൻ്റെയും മാറ്റത്തിനനുസരിച്ചുള്ള ഇത്തരം പ്രോജക്റ്റുകൾ ചെയ്യുന്നതിൻ്റെ നിറവിലാണ് ക്യൂബോക്സ് ട്രേഡിങ്ങും ഒപ്പം CEO-യായ നിഷാം ഇസ്മായിലും. മറുനാടൻ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാം, കേൾക്കാം അടുത്തയാഴ്ച. ശുഭരാത്രി.